എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയം കേരള രാഷ്ട്രീയത്തിൽ ഉടൻ കെട്ടടങ്ങുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ വി.ഡി. സതീശൻ പത്രപ്രവർത്തനവുമായി സംസാരിച്ചു. അദ്ദേഹം വലിയൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. CPM-നെതിരെയും BJP-ക്കെതിരെയും വലിയൊരു ഭീഷണി. അതായത് BJP-യും CPM അധികം നെഗളിക്കേണ്ട, നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അധികം എടുത്തിട്ട് അലക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കേരള രാഷ്ട്രീയം ഞെട്ടാൻ പോകുന്ന പല പല ബോംബുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ പൊട്ടിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് പറയുന്നത്. അത് വലിയ ബോംബായിരിക്കും. കേരള രാഷ്ട്രീയം ഇന്നേ വരെ കാണാത്ത അത്രയും വലിയൊരു ബോംബ് പ്രത്യേകിച്ച് CPM-നെതിരെ വി.ഡി. സതീശൻ്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസം തന്നെ പൊട്ടിക്കും. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, ഇത് ഇലക്ഷൻ എടുക്കുമ്പോൾ പൊട്ടിക്കാനുള്ള പരിപാടിയാണോ? ഇലക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടൻ തന്നെ പൊട്ടിക്കും. എപ്പോൾ പൊട്ടിക്കുന്നതിൽ ഒരു ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളോ സമയമോ കറക്റ്റ് സമയമൊന്നും വി.ഡി. സതീശൻ പറഞ്ഞില്ല. പിന്നെ അതുമാത്രമല്ല BJP-ക്കെതിരെയും വലിയ രീതിയിലുള്ള ബോംബ് പൊട്ടിക്കുമെന്നുള്ളൊരു സൂചനയും വി.ഡി. സതീശൻ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക്, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ വീടായ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ഒരു കാളയുമായിട്ട് വലിയ പ്രകടനം യുവമോർച്ച നടത്തിയിരുന്നു. അപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് BJP-ക്കാരും അധികം നഗളിക്കണ്ട, നിങ്ങൾ യുവമോർച്ചക്കാരോട് പറയണം ഈ കാളയെ പാർട്ടി ഓഫീസിന് മുന്നിൽ കെട്ടി നിർത്തണം, അതിനെ പറഞ്ഞു വിടരുത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേ കാളയുമായിട്ട് നിങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ, അതായത് BJP-യുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തേണ്ടി വരുമെന്ന്. അപ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം, നമുക്ക് CPM-നെ കുറിച്ച് പ്രശ്നമില്ല. അത് CPM-ൽ ഒരുപാട് പെണ്ണുപിടിയന്മാരും ഇത്തരത്തിലുള്ള എന്താ പറയുക സ്ത്രീലമ്പടന്മാരും ഉള്ളൊരു പാർട്ടിയാണ് CPM. പക്ഷേ BJP-കാരനെതിരെയും അടുത്ത കാലത്ത് അങ്ങനെ ലൈംഗിക ആരോപണങ്ങളോ ഇത്ര സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അങ്ങനെയുള്ള ആരോപണങ്ങളും ഒന്നും ഉയർന്നു വന്നിട്ടില്ല. ആകെ ഉയർന്നു കേട്ടത് ഈ സോഷ്യൽ മീഡിയയിലെ സന്ദീപ് വാര്യർക്കെതിരെയാണ്. അപ്പോൾ ആ സന്ദീപ് വാര്യർ ഇപ്പോൾ പാർട്ടിയിലില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, ഈ രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും, മീഡിയ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ആരാണ് BJP-യുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു സ്ത്രീലമ്പടനും, അതായത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു പറഞ്ഞില്ലേ ഈ വി.ഡി. സതീശൻ, ആരായിരിക്കും, ഏത് നേതാവായിരിക്കും എന്ന് ഭയങ്കര കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പല രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോൺ ചെയ്യണം, ആരാണ് CPM-ലെ ആ നേതാവ്. അപ്പോൾ CPM-നെ കുറിച്ച് ആൾക്കാർക്ക് എന്താ പറയുക വലിയ വേവലാതിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് പൂവൻ കോഴികളുള്ള ഒരു പാർട്ടിയാണ് CPM. പക്ഷേ BJP-യുടെ കാര്യം അങ്ങനെയല്ല. എല്ലാവർക്കും അറിയേണ്ട ആരാണ് ആ BJP നേതാവ്, BJP നേതാവാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയുക റൂമേഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് സന്ദീപ് വാര്യർ വലിയൊരു ബോംബ് പൊട്ടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്, ഒരു വലിയൊരു സിഗ്നൽ തന്നിരിക്കുകയാണ്. അപ്പോൾ സന്ദീപ് വാര്യർ BJP-ക്ക് അകത്ത് നടക്കുന്ന അടുക്കള രഹസ്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത കാലത്താണ് BJP വിട്ടിട്ട് മറ്റ് പാർട്ടി കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ വി.ഡി. സതീശൻ പത്രപ്രവർത്തകരെ കണ്ടതിന് ശേഷം ഈ മാധ്യമപ്രവർത്തകർക്ക് വലിയൊരു ആകാംക്ഷയായി, ആരായിരിക്കും ആ BJP നേതാവ്, ആ പെണ്ണുപിടിയനായ BJP നേതാവ് ആരായിരിക്കും എന്ന് വലിയ ആകാംക്ഷ. അപ്പോൾ ഇവരെല്ലാവരും, അതായത് ഇവർക്ക് പരസ്പരം ഇവരിടയിൽ അങ്ങനെ റൂമറോ അങ്ങനെയുള്ള ഒരു സംശയത്തിൻ്റെ ഒരു സംശയത്തിൻ്റെ ഒരു ഇതുപോലും ഒരു നേതാവിനെതിരെയും ഇല്ല. അപ്പോൾ ഇവരെന്ത് പണിയെടുത്തെന്ന് അറിയോ? ഇവർ നേരെ സന്ദീപ് വാര്യർ വിളിക്കുന്നു. അതായത് അവരുടെ അടുക്കള രഹസ്യം അറിയുന്ന സന്ദീപ് വാര്യരെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ അടുത്ത് മൈക്കും പിടിച്ച് എന്താ പറയുക വലിയ കോലും ഇട്ടിട്ടുള്ള മൈക്കും പിടിച്ച് മാധ്യമപ്രവർത്തകർക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ സന്ദീപ് വാര്യറിന് ആവേശം കയറി പറഞ്ഞിരിക്കുകയാണ്, വലിയൊരു സിഗ്നൽ തന്നിരിക്കുകയാണ്. അതായത് BJP കോർ കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ്, ഇത്തരത്തിലുള്ള ലൈംഗികമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. വി.ഡി. സതീശൻ പറയാൻ ഉദ്ദേശിച്ച പേര് അവരാണ്. അതായത് ആ വലിയ സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ BJP കോർ കമ്മിറ്റിയുള്ള ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ BJP-യുടെ കോർ കമ്മിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാവരും പേരെടുത്ത ഉന്നതനായ നേതാക്കന്മാരാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന BJP നേതാക്കന്മാർ തന്നെയാണ് BJP കോർ കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ ആരായിരിക്കും എന്നില്ല, പ്രത്യേകിച്ച് ഒരു പേരും ഇപ്പം മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ എന്താ പറയണ്ട, ഒരു റൂമറായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വരും ദിവസങ്ങൾ എന്തായാലും പുറത്ത് വരും. ആദ്യം വി.ഡി. സതീശൻ ഈ പുറത്ത് വിടട്ടെ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വി.ഡി. സതീശൻ്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് വലിയ രീതിയിൽ അതായത് ഒരു കോൺഫിഡൻസ് ഇല്ല പറയുന്നില്ലേ, ഒരു ഭീഷണി, പുള്ളി ഉദ്ദേശിച്ച ഒരു ഭീഷണിയാണ്. അതായത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഭീഷണിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്കത് ഭീഷണിയായിട്ട് എടുക്കാം എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അപ്പോൾ വി.ഡി. സതീശൻ ബോഡി ലാംഗ്വേജിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, പ്രത്യേകിച്ച് BJP-ക്കെതിരെയൊക്കെ പറയുമ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വി.ഡി. സതീശനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടും പ്രതിരോധത്തിലായത് ഈ വി.ഡി. സതീശനാണ്. ഈ വി.ഡി. സതീശൻ ഇടപെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അപ്പോൾ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത, അത്തരം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരോട് പറയേണ്ടി വരും. കോൺഗ്രസിലെ സകലമായ ഈ പെണ്ണുപിടിയന്മാരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രാഹുൽ മാങ്കൂട്ടം തന്നെ പുറത്തുവിടും ഒരു ഭീഷണി രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് മുഴക്കിയപ്പോഴാണ് വി.ഡി. സതീശൻ ഇടപെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ പിന്തിരിപ്പിക്കുന്നത്, അതായത് MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ പിന്തിരിപ്പിച്ച്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ, ഏകദേശം 2 ദിവസം മുന്നേ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു, എന്താ പറയുക, ഈ രാഹുൽ മാങ്കൂട്ടം ഈ MLA സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല, അവിടുത്തെ ജനങ്ങൾ
ജനങ്ങൾ എങ്ങനെ എന്ത് വിശ്വസിച്ച് അവിടുത്തെ സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് ചെല്ലുമെന്നുമൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കൾ വരെ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിന് പെട്ടെന്ന് പൊടുന്നതിന് എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം വി ഡി സതീശൻ്റെ ഇടപെടൽ തന്നെയാണ്. അത് വി ഡി സതീശൻ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ചെന്നിത്തല പക്ഷത്ത് നിന്ന് വലിയ രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട്. ചെന്നിത്തല വിഭാഗമാണെങ്കിൽ അതായത് ഒരു മുഴുനീള ആക്രമണം അഴിച്ചു വിട്ടിരിക്കുകയാണ് ഈ വി ഡി സതീശനെതിരെ. അപ്പോൾ സതീശന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട്, അതായത് മീഡിയയുടെ മുന്നിൽ താനെന്തോ വലിയ പുണ്യാളനാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത്രയും ആരോപണങ്ങൾ നേരിടുന്നൊരു വ്യക്തിയാണ്. മീഡിയയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടും ആൾക്കാർ സംശയത്തിൻ്റെ മുൾമുന പോകുന്നത് ഈ വി ഡി സതീശനെതിരെയാണ്. അതായത് ആൾക്കാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടൻ ചെയ്തതിനെക്കാട്ടും തെറ്റുകൾ വി ഡി സതീശൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും പെണ്ണുപിടി കേസല്ല, അതിനെ കോംപ്രമൈസ് ചെയ്യുക, അത്തരത്തിലുള്ള വിഷയങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയൂ. അപ്പോൾ ഇത്തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ട് ഒരു ജാള്യത മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള CPM-നെതിരെയും BJP-ക്കെതിരെയും വലിയ ബോംബ് പൊട്ടിക്കും, നിങ്ങൾ വലിയ പുണ്യാളം ചമയേണ്ട എന്ന രീതിയിലുള്ള ഒരു ഭീഷണി. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് നടക്കുന്നു, BJP-യിലായാലും CPM-ൽ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ, അപ്പോൾ എന്തായാലും ഇതൊരു പേടിക്കും. അതായത് ഇങ്ങനെ വലിയൊരു ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരുള്ള പാർട്ടിയാണെങ്കിൽ അവർ പേടിക്കും. അതായത് സതീശനെതിരെ അറ്റാക്ക് കുറക്കും. അതായത് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നൊക്കെ പറയുന്നില്ല, നമ്മൾ ഫുട്ബോളൊക്കെ കാണുന്നില്ലേ, നല്ല അറ്റാക്കിംഗ് ടീമിനെതിരെ അറ്റാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നില്ല, നമ്മൾ ഈ ഫുട്ബോളൊക്കെ കാണുന്നില്ലേ, നല്ല അറ്റാക്ക് ചെയ്യുന്ന ടീമിനെ തിരിച്ചും അങ്ങോട്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിടിച്ചേക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വി ഡി സതീശൻ ഫോളോ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും സന്ദീപ് വാര്യർ വലിയൊരു സിഗ്നൽ എന്നിരിക്കുക. ഇതൊക്കെ എന്താണ് ഇവന്മാരുടെ ഒരു കൂട്ടപ്രവർത്തനമാണ്. ആദ്യം വി ഡി സതീശൻ എന്ന് പറയും, പിന്നെ മാധ്യമപ്രവർത്തകർ സന്ദീപ് വാര്യർ അടുത്ത് പോയിട്ട് സന്ദീപ് വാര്യർ ക്ലൂ തരും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും BJP-യിലെ ഒരു കോർ കമ്മിറ്റിയിലെ ഒരു വ്യക്തിയാണ്, ഒരു സീനിയർ ലീഡർ ആണ് എന്ന തരത്തിലാണ് സന്ദീപ് വാര്യർ ക്ലൂ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തെന്നാലും രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കില്ല, പക്ഷേ ഈ വി ഡി സതീശൻ പറഞ്ഞ മാതിരി ഈ ആളെ കൂട്ടി രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ റാലി സംഘടിപ്പിക്കേണ്ടിയിരുന്നു പറഞ്ഞ അർത്ഥം രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഇനി. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ എന്തെന്നാലും ഈ രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ചോ ഇപ്പോഴുള്ള BJP കോർ കമ്മിറ്റിയിലെ ആളെക്കുറിച്ചോ അങ്ങനെ ഇതുവരെയായിട്ടും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒന്നും വന്നില്ല. പല പല അലിഗേഷൻസും പൊളിറ്റിക്കൽ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ ഇന്നൊരു അലിഗേഷൻ BJP കോർ കമ്മിറ്റി ഇല്ല, ആർക്കെതിരെയും വന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ തോന്നുന്നു വി ഡി സതീശന്, മുഖം നഷ്ടപ്പെട്ട വി ഡി സതീശന് ആ ജാള്യത മറക്കാൻ വേണ്ടി ഇവരൊക്കെ നടത്തുന്ന ഒരു കൂട്ടുകൃഷി എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയണം. അപ്പോൾ 2 ദിവസം ഇങ്ങനെ മീഡിയയൊക്കെ തൽക്കാലത്തേക്ക് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യാതെ മീഡിയ ഇപ്പോഴൊക്കെ വലിയ രീതിയിൽ ഈ വി ഡി സതീശൻ്റെ ഭീഷണിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം ആൾക്കാർ എന്ന് പറയേണ്ടത് ഒരു കണ്ണിൽ പൊടിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഇതിനെ കൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പം അതിൻ്റെ അലയൊലി, അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയുമ്പോഴും എല്ലാം ആൾക്കാർ ഇതൊക്കെ മറക്കും. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ആൾക്കാർക്ക് യൂസ് ആൻഡ് ത്രോ സ്റ്റൈലാണ്. ഓരോ ദിവസവും ആൾക്കാർക്ക് ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് കിട്ടുമ്പോൾ പഴയത് മറക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ യൂസ് ആൻഡ് ത്രോ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ മൊത്തം എല്ലാ വിഷയങ്ങളും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ്, ആ സ്ട്രാറ്റജി തന്നെയാണ് വി ഡി സതീശനിവിടെ പയറ്റുന്നത്. ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് കുറച്ച് നാളിങ്ങനെ BJP-യും CPM-നും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ആ വാർത്ത തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും വി ഡി സതീശൻ പറഞ്ഞാൽ വലിയ ആറ്റം ബോംബ് CPM-നെതിരെയും BJP-ക്കെതിരെയും പൊട്ടിക്കട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.